നമ്മൾ ഗൗരവമായി കാണേണ്ട വിഷയം ഇതിനെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് നിങ്ങൾ PMCയിൽ ഒപ്പിട്ടാൽ മാത്രമേ PMC പദ്ധതിയുമായി ഒരു ബന്ധവുമില്ലാത്ത സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് റിലീസ് ചെയ്യും. അങ്ങനെ ബ്ലാക്ക്മെയിലിംഗിന് വഴങ്ങിയ ഒരു സർക്കാരാണോ ഇവിടെ ഉള്ളത്? 100% ആ ബ്ലാക്ക്മെയിലിന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ബ്ലാക്ക്മെയിലിന് വഴങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. എന്തുകൊണ്ട് 1466 കോടി രൂപ എന്തുകൊണ്ട് നൽകുന്നില്ല? സർവശിക്ഷാ അഭിയാനും PMC പദ്ധതി തമ്മിൽ എന്ത് ബന്ധം? PMC പദ്ധതി വരുന്നത് 2022-23 സർവശിക്ഷാ അഭിയാൻ വരുന്നത് അതിന് എത്രയോ കാലം മുമ്പ്. 2018-2019 കേന്ദ്ര ബജറ്റിലാണ് ഈ പദ്ധതികളെല്ലാം സംബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ പ്രഖ്യാപനം വന്നത്, ഈ ഫണ്ട് വകയിരുത്തുന്നത് അടക്കം വന്നത്. അതിനുശേഷമുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതിൽ എന്താ ബന്ധം? PMC പദ്ധതിയും സർവശിക്ഷാ അഭിയാനും തമ്മിൽ എന്താ ബന്ധം? പറയൂ. എന്തുകൊണ്ട് PMC പദ്ധതി നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞ 1466 കോടി രൂപ അനുവദിക്കുന്നില്ല? PMC പദ്ധതിയിലൂടെ കൊണ്ടുവരുന്ന ഫേസ് ലിഫ്റ്റ് എല്ലാം ഈ SSAയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അങ്ങനെയൊന്നുമില്ല. SSAയുമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല. സർവശിക്ഷാ അഭിയാനുമായിട്ട് PMCക്ക് ബന്ധമില്ല. അതിന് ആകെ ബന്ധമുള്ളത് NEP-യുമായിട്ട് മാത്രമാണ്. NEP-യുടെ ടെസ്റ്റ് ഡോസ് ബ്രാൻഡിംഗ് ആണ് യഥാർത്ഥത്തിൽ PMC. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ SSA തടഞ്ഞു വയ്ക്കുന്നത് ഈ പറയുന്ന രീതിയിൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. അതിന് കോടതിയിലേക്ക് പോയി വ്യവഹാരങ്ങളിലേക്ക് പോയാൽ അത് ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് സംസ്ഥാന സർക്കാരിന് വേറെ വഴിയില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം.